സർക്കാർ അനുമതി കാത്തുനിൽക്കാതെ 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാനൊരുങ്ങി മണ്ണാർക്കാട് നഗരസഭ. നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ കിറ്റുകൾ നൽകുന്നത്. ഭക്ഷണമില്ലാതെയും തൊഴിലില്ലാതെയും ആളുകൾ ദുരിതത്തിലാണെന്നും അവരെ പട്ടിണിക്ക് വിടാൻ നഗരസഭ തയ്യാറല്ലെന്നും നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും പദ്ധതി നടപ്പാക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ഒരുപാട് ഫോൺ കോളുകൾ വന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ, HS സെക്രട്ടറി, അതുപോലെ തന്നെ സൂപ്രണ്ട് എല്ലാവരും യോഗം ചേർന്ന് 10:30 മണിക്ക് യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. 3 മണിക്ക് കൗൺസിൽ ചേരണമെന്നും ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്നും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 3 മണിക്ക് അടിയന്തര കൗൺസിൽ വിളിച്ചത്. അതിൽ ആ ഒരു സമയത്ത് തന്നെയാണ് അത് മൻസൂറിന്റെ പത്രസമ്മേളനത്തിന് തീരുമാനം എടുത്തതിന് ശേഷമാണ് മൻസൂർ തീരുമാനിച്ചിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ കൗൺസിലിൽ 1000 രൂപയുടെ കിറ്റെങ്കിലും മിനിമം ആളുകൾക്ക് എത്തിക്കാനാണ് നഗരസഭയിൽ തീരുമാനമായിട്ടുള്ളത്. സർക്കാർ ഉത്തരവ് കാത്തുകൊണ്ട് 4 ദിവസമായി ബഹുമാനപ്പെട്ട കളക്ടർ ബന്ധപ്പെട്ടിരുന്നു. അതേ സമയത്ത് കൗൺസിൽ നടക്കുമ്പോഴാണ് കളക്ടർ ഫോണിൽ ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ ഇന്ന് കൗൺസിലിന് മുമ്പ് വിളിച്ചിരുന്നു. അപ്പോൾ അവരൊരു മീറ്റിംഗിലായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ അവർ വിളിച്ചു, അവരോട് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ നല്ലവരായ ആളുകളോട് പറയാനുള്ളത്, പരമാവധി നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം. അതിന് നഗരസഭയുടെ ഫണ്ട് മാത്രം പോരാ. എല്ലാ ആളുകളും, ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സംഘടനകൾ മണ്ണാർക്കാടുണ്ട്, വ്യക്തികളുണ്ട്. അവരൊക്കെ മണ്ണാർക്കാട് നഗരസഭ ചെയർമാന്റെ ചാരിറ്റി അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇതുമായി സഹകരിച്ചുകൊണ്ട് ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഓൺലൈനായി ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം എടുത്തത്. നഗരസഭയുടെ നടപടി ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് നൽകുകയെന്നും ചെയർമാൻ പറഞ്ഞു. CCN മണ്ണാർക്കാട്.